മലയാളത്തിലെ ടി വി സീരിയലിനെക്കുറിച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞ ഒരഭിപ്രായം വലിയ ചർച്ചയും വിവാദവും കോലാഹലവുമായി മാറിയിരിക്കുകയാണ്. പ്രേംകുമാർ നടനാണ്, സീരിയൽ നടനുമാണ്, സിനിമ നടനുമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെയാണ് എന്നാണ് പറഞ്ഞത്. എൻഡോസൾഫാൻ കേരളത്തിൽ ഒരു തലമുറയെ, അതായത് കാസർഗോഡ് ഒരു പഞ്ചായത്തിലെ ഒരു തലമുറയിലെ കുരുന്നുകളെ, മുതിർന്നവരെ, ഒരുപാട് ആളുകളെ അവരുടെ ജീവിതം തകർത്ത് നമുക്കറിയാം. ഒരുപാട് വാർത്തകൾ, ഒരുപാട് പരമ്പരകളിലൊക്കെ വന്ന സംഭവമാണ് കൃഷിക്ക് ആകാശത്ത് നിന്ന് ഹെലികോപ്റ്റർ മുഖേന അടിക്കുന്ന എൻഡോസൾഫാൻ എന്ന കീടനാശിനി ഉണ്ടാക്കുന്ന മാരകമായ പ്രത്യാഘാതം. അപ്പോൾ എൻഡോസൾഫാൻ എന്നൊരു വാക്ക് പറയുമ്പോൾ തന്നെ മലയാളിക്ക് അത് കൃത്യമായി ക്യാച്ച് ചെയ്യും. എന്താണ് എൻഡോസൾഫാൻ ഉണ്ടാക്കുന്ന വിഷമയമായ അന്തരീക്ഷം, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈനൈഡ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. സൈനൈഡ് ഒരു തുള്ളിയുടെ 100 നാവിൽ തൊട്ടാൽ അപ്പോൾ തന്നെ ആൾ മരിക്കുമെന്നാണല്ലോ. അതിന് രുചി അറിയാൻ സമയം കിട്ടില്ല, അതിന് മുമ്പ് ആളില്ലാതാവും എന്നാണ്. അതുപോലെ തന്നെയാണ് ഈ എൻഡോസൾഫാനെ കുറിച്ച് ആളുകൾക്ക് വളരെ വളരെ ഭീകരമായ ചിത്രമുണ്ട്. അപ്പോൾ എൻഡോസൾഫാൻ പോലെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്ര മാരകമാണ് എന്നാണ്. വിശദീകരണം വേണ്ടാത്തത്ര മോശപ്പെട്ട പ്രതിച്ഛായയാണ് എൻഡോസൾഫാൻ എന്നൊരു വാക്കിലൂടെ മലയാളത്തിലെ സീരിയലുകൾക്ക് പ്രേംകുമാർ കൊടുത്തത്. അത് പല ആളുകളെയും പ്രകോപിപ്പിച്ചു. ആദ്യം പ്രകോപിതനായത് നടൻ ധർമ്മജൻ ബോൾഗാട്ടിയാണ്. അപ്പോൾ ധർമ്മജൻ ചോദിച്ചു, സീരിയലുകളിലൊക്കെ വന്ന സീരിയലുകൾ കൊണ്ട് ഉപജീവനം കഴിച്ച പ്രേംകുമാർ ഇതിനിത്ര പ്രകോപിതനാകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേംകുമാർ പറഞ്ഞ കാര്യത്തിൻ്റെ മെറിറ്റിലേക്ക് ചർച്ച കൊണ്ടുപോകാതെ അദ്ദേഹത്തെ പരിഹസിക്കുകയും പുച്ഛിക്കുകയുമാണ് ചെയ്തത്. ഇത് പറയാൻ നിങ്ങൾ ആരാ എന്ന മട്ടിൽ. അതിന് പുറമെ പല നടിമാരും, ശിവാജി നായർ, സോന നായർ, മീന ആൻ്റണി, മഞ്ജു പിള്ള, അങ്ങനെ പല നടന്മാരും നടിമാരും സംവിധായകരും ഒളിഞ്ഞും തെളിഞ്ഞും അഭിപ്രായം പറയുമ്പോഴൊക്കെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് അവരുടെ ഉപജീവന മേഖലയാണ് എന്നതുകൊണ്ട് മാത്രമാണ് സ്വയം സംരക്ഷിച്ചുകൊണ്ട് ന്യായീകരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് പുറത്തുനിന്ന് സീരിയൽ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന, അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ എന്ന നിലയ്ക്ക് ഒരു കലാസൃഷ്ടി അനുഭവിക്കുകയാണല്ലോ. നാടകമായാലും സിനിമയായാലും സീരിയലാണെങ്കിലും പാട്ടാണെങ്കിലും അത് കേൾക്കുന്നവർ, കാണുന്നവർ, പ്രേക്ഷകനായാലും ശ്രോതാവായാലും അനുവാചകരായാലും വായിക്കുന്നവരായാലും അവർ അനുഭവിക്കുകയാണ്. അപ്പോൾ അനുഭവിക്കുക എന്ന് പറയുന്ന നിലയ്ക്ക് അഭിപ്രായം പറയാൻ നിർബന്ധിതരാകുന്നു. എന്തുകൊണ്ടെന്നാൽ മലയാളത്തിലെ സീരിയലുകൾ പ്രേംകുമാർ പറഞ്ഞതിനേക്കാൾ പലപ്പോഴും, മിക്കപ്പോഴും വളരെ മാരകമായ ഉള്ളടക്കമുള്ളതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കേരളം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ്. മാസങ്ങളായി ചർച്ച ചെയ്യുന്നു, വർഷങ്ങളായി ചർച്ച ചെയ്യുന്നു, ഇനിയും വർഷങ്ങൾ ചർച്ച ചെയ്യും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ്, അതായത് ഹേമ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചപ്പോൾ അതിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ ഒന്ന് ഈ സിനിമയുടെയും സീരിയലിൻ്റെയും ഉള്ളടക്കം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുകൂടിയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം കാര്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഹേമ കമ്മിറ്റിയുടെ അന്വേഷണം കൂടുതലായും പോയത് സിനിമാ രംഗത്തെ സ്ത്രീകൾക്കെതിരായ, കലാകാരികൾക്കെതിരായ ലൈംഗിക പീഡന കേസുകളിലേക്കാണ് എന്നുള്ള ഒരു ആക്ഷേപം നിൽക്കുന്നുണ്ട്. അത് ആക്ഷേപമാണോ, യഥാർത്ഥത്തിൽ അതൊരു വസ്തുതയായതുകൊണ്ട് അതിലേക്ക് കൂടുതലായി അറ്റൻഷൻ പോയതാണ് എന്നുള്ള ചർച്ച വേറെ ചെയ്താണ്ടാണ് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. സ്വാഭാവികമായും ആ ഒരു വിഷയം അറ്റൻഷനിലേക്ക് വരും. അവരാണ് കൂടുതൽ ഹേമ കമ്മിറ്റിയെ സമീപിച്ചത്. അവരുടെ പരാതികളാണ് കൂടുതലായി, കലാകാരികളുടെ പരാതികളാണ് കൂടുതലായി എത്തിയത്. അവരുടെ അത്തരം വൈകാരിക പ്രതികരണങ്ങൾ അതില്ലാത്ത വസ്തുത ഉള്ളതുകൊണ്ട് തന്നെ അത് റിപ്പോർട്ടിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. അത് നമുക്ക് വേറെ വിഷയം ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷേ സീരിയലുകളുടെയും സിനിമകളുടെയും ചിത്രീകരണ സ്ഥലത്തെ സ്ത്രീപക്ഷം ഉൾപ്പെടെ ഉള്ളടക്കത്തിൽ സ്ത്രീ വിരുദ്ധത ഒഴിവാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യമായ നിർദ്ദേശങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലില്ല. അത് ഏറ്റവും അടിയന്തിരമായി ഹേമ കമ്മിറ്റിക്കൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ട ഒരു മേഖല മലയാള ടി വി സീരിയലുകളിലെ ഈ
സ്ത്രീ വിരുദ്ധ സാമൂഹ്യ വിരുദ്ധ ഉള്ളടക്കത്തെക്കുറിച്ചാണ്. പുരുഷ മേധാവിത്വത്തിൻ്റെ അഴിഞ്ഞാട്ടമാണ് ഇത്. വെറുതെ കണ്ണടിച്ച് പറയുന്നതല്ല, കണ്ടിട്ട് പറയുന്നതാണ്. ഓരോ സീരിയലുകൾ എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ ഏഷ്യാനെറ്റാണല്ലോ ഏറ്റവും കൂടുതലും സീരിയലുകൾ, അതായത് വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ തുടർച്ചയായി അരമണിക്കൂർ സീരിയലുകൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലുകളിൽ ഒന്നാം നിരയിൽ നിൽക്കുന്നത്, മുൻനിരയിൽ നിൽക്കുന്നത് ഏഷ്യാനെറ്റാണ്. പത്തരമാറ്റ, ഗീതാ ഗോവിന്ദം, ജാനകിയുടെ അഭിയുടെയും വീട്, മൗനരാഗം, സാന്ത്വനം 2 ഇങ്ങനെയുള്ള സീരിയലുകളൊക്കെ പ്രസരിപ്പിക്കുന്ന മാരകമായ ഈ പുരുഷ മേധാവിത്വം, കുടുംബമഹിമ, സ്ത്രീവിരുദ്ധത എന്നൊക്കെ പറയുന്ന സാധനം ഏറ്റവും വിഷമയമാണ്. എല്ലാ ഭാര്യമാരും ഒന്നിനു പുറകെ ഒന്നായി ഓരോ സീരിയലുകളിലെയും ചെറുപ്പക്കാരികളായ ഭാര്യമാർ ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ കാറ്റിൽ വീണിട്ട് ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം, ഞങ്ങൾ ചവിട്ടിത്തേക്കരുത് എന്ന് വിനീത വിധേയരായി കരയുന്നതാണ് കാണുന്നത്. ഇടക്കാലത്ത് മലയാള സീരിയലിൽ ഉണ്ടായിരുന്ന നന്മകൾ, ക്വാളിറ്റി, ഗുണമേന്മ എല്ലാം പോയി. സ്ത്രീയുടെ ആത്മാഭിമാനത്തിന്, സ്ത്രീയുടെ വ്യക്തിത്വത്തിന് ഒരു വിലയുമില്ലാത്തതായി ഈ സീരിയലുകളെല്ലാം മാറി. ഓരോ കഥാപാത്രങ്ങളെ പേരെടുത്ത് പറഞ്ഞാൽ തന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന ആത്മാഭിമാനമില്ലാത്ത വർത്തമാനങ്ങൾ, ഡയലോഗുകൾ, രംഗങ്ങൾ ഒരു ദിവസം മാത്രം ഒന്നിരുന്ന് കണ്ടാൽ നമ്മൾ ഞെട്ടിക്കും. അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലാണ് സീരിയലുകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ. 2 രീതിയിലാണ്. ഒന്ന്, ഈ പറഞ്ഞ നിസ്സഹായ പുരുഷൻ്റെ മുന്നിൽ വിനീത വിധേയരാകുന്ന, എന്നെ പരിഗണിക്കണം, എന്നെ പുറന്തള്ളരുത്, എനിക്ക് നിങ്ങൾ മാത്രമേ, എന്നെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യയോട് രക്ഷ, വീട്ടിൽ പോകാൻ പറ്റില്ല, അച്ഛനും അമ്മയും സ്വീകരിക്കില്ല, നിങ്ങൾ എന്നെ തന്നെ വേണം. എന്നിട്ട് ഓരോ ദിവസവും അളക്കുകയാണ്. നാത്തൂരോട് ചോദിക്കുന്നു, അനിയത്തോട് ചോദിക്കുന്നു, എന്നെ ചേട്ടൻ പരിഗണിക്കുന്നുണ്ടോ, പണ്ടത്തേക്കാൾ ഇപ്പോൾ സ്നേഹമുണ്ടല്ലേ എന്ന് പറയുന്ന വിനീത വിധേയരായ നിസ്സഹായരായ സ്ത്രീകൾ. മറുവശത്ത് അമ്മായിയമ്മമാരുടെ പഴയ രൂപങ്ങൾ വീണ്ടും മുടിയഴിച്ചിട്ട് ആടി വരുവാണ്. യഥാർത്ഥത്തിൽ ജീവിതമായിട്ട് ബന്ധമില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ രണ്ടുമാണ്. ഒന്ന്, കേരളത്തിലെ സ്ത്രീകൾ പഴയ പോലെ അഭിമാനമില്ലാത്തവരും, അല്ലെങ്കിൽ പഴയ പോലെ മീൻസ് കുടുംബത്തിൽ ഏത് വിധയിലെയും ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകണം ചിന്തിക്കുന്നവരല്ല. അവർ സ്വാശ്രിതരാണ്, അവർ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ളവരാണ്. അങ്ങനെ സാമ്പത്തിക സ്വാശ്രയം ഇല്ലാത്തവർ പോലും ഈ പറയുന്ന രീതിയിൽ ഭർത്താവിൻ്റെ കാൽക്കൽ വീണ് സ്വന്തം ആത്മാഭിമാനം പണയം വയ്ക്കാൻ തയ്യാറാകുന്നവരല്ല ബഹുഭൂരിപക്ഷവും. അതുപോലെ അമ്മായിയമ്മ കഥാപാത്രങ്ങൾ പഴയ പോലെയല്ല ജീവിതത്തിൽ. അവർ മരുമക്കൾ സ്വന്തം മക്കളെ പോലെ, സുഹൃത്തുക്കളെ പോലെ, അനിയത്തിയൊക്കെ പോലെ കാണുന്ന, വലിയ രീതിയിൽ എമ്പതി, സഹഭാവം കാണിക്കുന്ന ആളുകളാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസമുള്ള അമ്മായിയമ്മയും മരുമക്കളും ഒക്കെ തന്നെ അവരെല്ലാവരും ചേർന്ന് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പഴയ രീതിയിലുള്ള സാങ്കല്പിക യാഥാസ്ഥിതി കുടുംബ അന്തരീക്ഷമല്ല ഉള്ളത്. ഉണ്ടെങ്കിൽ തന്നെ അപൂർവമായിരിക്കും. അത് ഏത് മേഖലയിലും ഉണ്ടല്ലോ. മോശവും മോശവും നല്ലത് ഏത് മേഖലയിലും എവിടെയും ആരിലും ഉള്ളതുപോലെ സ്ത്രീകളുടെ കുടുംബങ്ങളിലുമുണ്ട്. പക്ഷെ അതിനെ വ്യാജമായി പെരുപ്പിച്ച്, അതിശോക്തിപരമായി പെരുപ്പിച്ച് കാണിക്കുകയാണ്. അമ്മായിയമ്മ കഥാപാത്രങ്ങളെല്ലാം ഗൂഢാലോചനയുടെ കേന്ദ്രബിന്ദുക്കളാണ്. അതാണ് രസം. നിസ്സഹായതയുടെ മറുവശത്ത് ഇവർ ഗൂഢാലോചന നടത്തുന്നു. അവളെ തട്ടിക്കളയണം, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ തട്ടിക്കളയണം, ആ കുഞ്ഞ് പുറത്തു വരരുത്, ആ ഭർത്താവും അല്ലെങ്കിൽ മോനും മരുമകളും തമ്മിൽ ഒന്നിച്ച് കഴിയാൻ അനുവദിക്കരുത്, അവരുടെ രാത്രികൾ നമുക്ക് നരകമാക്കണം. ഇങ്ങനെ ഗൂഢാലോചനയാണ്. അതിനുവേണ്ടി പാലിൽ വിഷം കലർത്തുന്നു, പാലിൽ വിമ്പ് കലർത്തുന്നു, അങ്ങനെയുള്ള പരിപാടികൾ. ഇതിനിടയ്ക്ക് അറിയാതെ അമ്മായിയമ്മയോ ബന്ധുക്കളോ തന്നെ ഈ പാലെടുത്ത് കുടിക്കും. അപ്പോൾ അവർ ആശുപത്രിയിലാകും. ഇങ്ങനെ നമ്മുടെ ലോജിക്കിൽ നിരക്കാത്തതും മലയാളത്തിലെ കേരളത്തിലെ കുടുംബ ജീവിതവുമായി പുലബന്ധമില്ലാത്തതുമായ സീരിയലുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സമീപകാലത്ത് പലപ്പോഴും സീരിയലുകൾക്ക് അവാർഡ് കൊടുക്കാൻ ഈ അവാർഡ് ജൂറികൾ വിസമ്മതിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം അവാർഡിന് പരിഗണിക്കാൻ പറ്റിയ സാധനങ്ങൾ പോലും ഇല്ല, ഉള്ളടക്കമൊന്നുമില്ല. അത് ഈ സീരിയലുകളുടെ സ്ക്രിപ്റ്റുകൾ ചാനലുകൾക്ക് കൊടുക്കുമ്പോൾ അതിൽ പ്രോപ്പറായി ഒരു ഗുണമേന്മ പരിശോധന നടക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്നതാണ് ഒന്നാമത്തെ. അവിടെ മുതലാണ് തുടങ്ങേണ്ടത്. ഈ ചവറ് സീരിയലുകൾ വലിച്ചെറിയാനുള്ള, അവയുടെ സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ വലിച്ചെറിയാനുള്ള ആർജവം ചാനലുകൾ കാണിക്കുകയും ഈ സീരിയലുകളെ കുറച്ചുകൂടി ഗുണപരമായി മാറ്റാൻ, ഗുണപരമായി പരിവർത്തിപ്പിക്കാൻ ചാനലുകൾ തയ്യാറാവുകയും ചെയ്താൽ വലിയ രീതിയിലുള്ള ഗുണമേന്മ നമ്മുടെ ഈ ടി വി സീരിയലുകളുണ്ടാകും. ആളുകൾ കാണുന്നതാണല്ലോ. ആളുകൾ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വിഷവും നിഷേധാത്മകതയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും
പരസ്പരമുള്ള വിദ്വേഷവും ഒന്നും കുത്തിവെക്കാൻ പാടില്ല. അതിനു പകരം പ്രസാദാത്മകതയും നന്മയും പരസ്പര സ്നേഹവും സഹവർത്തിത്വവും ഒക്കെ പകരാൻ കഴിയണം. അങ്ങനെയുള്ളതായി മലയാള സീരിയൽ മാറുന്ന ഒരു കാലത്തിന് ഇപ്പോഴത്തെ ചർച്ചകൾ കാരണമായാൽ അതാണ് ഈ ചർച്ചകളുടെ ഗുണം. അല്ലാതെ പരസ്പരം ബോറടിക്കാനുള്ള ചർച്ചകളാക്കി ഈ ചർച്ചയെ മാറ്റാതിരിക്കാനുള്ള ഉത്തരവാദിത്വം സീരിയൽ പ്രവർത്തകർ കാണിക്കേണ്ടതുണ്ട്. പ്രേംകുമാർ പറഞ്ഞതിനെ പോസിറ്റീവായി എടുക്കുക. മാരകമാണ് എന്ന് പറയുമ്പോൾ മാരകമല്ലാതാക്കി മാറ്റാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. നന്ദി, നമസ്കാരം.